അതുപോലെ കുഞ്ഞു കുഞ്ഞു പേനുകളൊക്കെ വന്ന് ഇവിടെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോ കുളിക്കുന്നില്ലാന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ആകെ കുളിച്ചില്ലെന്നോ നനച്ചില്ലെന്നോ പല്ല് തേച്ചില്ലെന്നോ ഒക്കെ പറഞ്ഞോട്ടെ, അതുപോലെ അല്ല ഇത്. രേണുസുധിയുടെ തലയിലെ പേൻ ഒരു വലിയ പ്രശ്നമായിരിക്കുകയാണ് ബിഗ് ബോസ് വീടിനുള്ളിൽ. അങ്ങോട്ട് ആട്ടി തുപ്പി വിട്ടിരിക്കുകയാണ് നമ്മുടെ രേണുസുധിയെ. എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് മാമൻ കരുതിക്കൂട്ടി ഇന്ന് രാവിലെ ഇങ്ങനെ ഒരു മോർണിംഗ് ആക്ടിവിറ്റി വെച്ചതാണോ എന്നുള്ളതാണ് എൻ്റെ സംശയം. കാരണം കുറച്ച് മുമ്പ് ഇന്ന് രാവിലെ ഞാൻ ഇട്ടൊരു വീഡിയോ, ഇന്നലെ നമ്മുടെ സരിക ചേച്ചി രേണുസുധി അഭിനയിച്ച് കാണിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ഇന്ന് തന്നെ രാവിലെ കൊണ്ടുപോയി ബിഗ് ബോസ് മാമൻ ഇട്ടിരിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ബിഗ് ബോസ് ഹൗസിൽ വൃത്തിയുള്ളതും വൃത്തിഹീനമായിട്ടുള്ള ഒരാളെയും ചൂസ് ചെയ്യുക, എന്നിട്ട് അയാളെ പറ്റി സംസാരിക്കുക എന്നുള്ളൊരു ആക്ടിവിറ്റി രാവിലെ അങ്ങോട്ട് നടന്നു. അനുമോള് വരുന്നു, വെച്ച് താങ്ങിക്കൊടുത്ത് രേണു കുളിക്കത്തില്ല ഇൻ ദ സെൻസ് തല നനയ്ക്കത്തില്ല, പേനാണ് മൊത്തത്തിൽ വലിച്ചു മാറി അവിടെയൊക്കെ ഇടുകയാണ്. എന്താണ് ബിഗ് ബോസ് മാമ ഇത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അനുമോളുടെ രാവിലെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. കുറെ പേര് അനുമോളെ വിമർശിക്കുന്നതൊക്കെ കണ്ടു. പക്ഷെ എനിക്ക് അനുമോളെ വിമർശിക്കാൻ തോന്നുന്നില്ല. കാരണം ഇതൊരു ഗെയിമാണ്. അനുമോളുടെ ഗെയിം കളിക്കും. പിന്നെ ഇല്ലാത്ത കാര്യമൊന്നും അനുമോള് പറഞ്ഞിട്ടില്ല. നമ്മളെല്ലാവരും ലൈവിൽ കാണുന്നതാണ്. ആ കട്ടിലെ തന്നെ കിടന്ന് തലയും ചൊറിഞ്ഞ് ഇങ്ങനെ മറ്റേ പേനൊക്കെ എടുത്ത് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ വലിച്ചെറിയുന്ന രേണുവിനെ എല്ലാവരും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇല്ലാത്ത കാര്യമല്ല. ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഈ വീഡിയോയിൽ ഒരു ക്ലിപ്പ് കാണിച്ചു തരാം, അനുമോള് രേണുവിനെ പറ്റി പറയുന്നത്. ഒന്ന് കണ്ടു. പറയാം, പല ഭാഗങ്ങളിലായിട്ട് ചേച്ചി തല നന്നായിട്ട് ചൊറിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ കുഞ്ഞു കുഞ്ഞു പേനുകളൊക്കെ വന്ന് ഇവിടെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോ കുളിക്കുന്നില്ലാന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ചേച്ചി എക്സ്റ്റൻഷൻ വെച്ചിരിക്കുന്നത് കൊണ്ടായിരിക്കും കുളിക്കാൻ പറ്റാത്തത്. അതെ, കുളിക്കുന്നില്ല. ഈ എക്സ്റ്റൻഷൻ വെക്കുന്നത് കൊണ്ട് കുളിക്കാൻ പാടില്ല എന്ന് വല്ലതും ഉണ്ടോ? അല്ല, എനിക്ക് അറിയാൻ പാടില്ല, അറിയാത്തോണ്ടാണ് കേട്ടോ ചോദിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ചുമ്മാ വലിച്ചങ്ങോട്ട് കീറാം രേണുവിനെ. പക്ഷെ എനിക്കറിയത്തില്ല. എക്സ്റ്റൻഷൻ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട്, മിതമായ ഒരു അറിവ് വെച്ചിട്ട് എക്സ്റ്റൻഷൻ വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിലേക്ക് കുളിക്കാൻ പാടില്ല. പക്ഷെ അത് കഴിഞ്ഞ് കുളിക്കാനൊക്കെ പറ്റുമല്ലോ അല്ലേ? അങ്ങനെ വെച്ച ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത് പറയണേ. എനിക്ക് തോന്നുന്നു കൂടിപ്പോയി ഒരു മാസം, ആദ്യത്തെ ഒരു മാസവും തല നനയ്ക്കാതിരിക്കേണ്ട ആവശ്യമുണ്ടോ? കൂടിപ്പോയാൽ അത്രേ കാണത്തുള്ളൂ. അത് കഴിഞ്ഞാൽ തലയൊക്കെ നനയ്ക്കാമല്ലോ. ഇത് പക്ഷെ രേണു ചേച്ചി തലയൊന്നും നനയ്ക്കുന്നില്ല. അല്ല, തല നനയ്ക്കണ്ട, തല നനച്ചില്ലെങ്കിൽ പോട്ടേന്ന് വെക്കാം. പക്ഷെ ഇച്ചിരി വൃത്തിക്ക് ദേഹമൊക്കെ മര്യാദയ്ക്കൊന്ന് കുളിച്ച് വൃത്തിയായി തലയൊക്കെ ഒന്ന് നന്നായിട്ട് ചീകുകയൊക്കെ ആണെങ്കിൽ ഈ പേനും തേനയൊക്കെ അങ്ങ് പോത്തില്ലേ? പേനും തേങ്ങയൊക്കെ അങ്ങ് പോത്തില്ലേ? ഇത് ചുമ്മാ ഒരു ഷോയിൽ വന്നിട്ട് മുടിയെന്ന് പേനയും വലിച്ച് നെറ്റി കൂടെ പേൻ പോകുന്നു. ഇതിനെയൊക്കെ എടുത്ത് ഇങ്ങനെ വലിച്ചങ്ങോട്ട് എന്നാ മര്യാദയ്ക്ക് കൊല്ലുക, ഇത് വലിച്ചെടുത്ത് അപ്പുറത്തോട്ട് അറിയുക. എന്താണ് ഈ ചേച്ചി കാണിക്കുന്നത്? ബാക്കി കാണാം നമുക്ക്. മുടി കഴുകുന്നില്ല, മേല് കഴുകുന്നുണ്ടാവും, തല കഴുകുന്നില്ല. പക്ഷെ അത് തല കഴുകാത്തത് കൊണ്ടാണ് ചേച്ചിയുടെ തലയിലുള്ള കുഞ്ഞു കുഞ്ഞു പേനുകൾ വന്ന് ഇവിടെ. ഞാൻ പലപ്പോഴും അതെടുത്ത് ഞാൻ കളയാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്കത് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യം. പിന്നെ ഒരാളുടെ പേര് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നൊരാളെ നമുക്ക് കേൾക്കണ്ട. നമുക്ക് രേണുസുധിയുടെ കാര്യം കേട്ടാൽ മതി. കാരണം വച്ച് കീറി കൊടുത്തല്ലോ അനുമോളെ രാവിലെ രേണുസുധിക്ക്. ഇതിൽ കൂടുതൽ എന്ത് വേണം ഇനി ആ സ്ത്രീക്ക്? ഒന്നാമത് ഇവിടുന്ന് നാറിയിട്ട് അകത്തോട്ട് പോകുന്നത്. നീ തിരിച്ചിറങ്ങുമ്പം എന്റെ പൊന്നെ എനിക്കറിയാൻ പാടില്ല. എന്തായാലും കരഞ്ഞു കൂവി നടപ്പുണ്ട് രേണു ചേച്ചി അതിനകത്ത്. രേണു ചേച്ചിക്ക് എങ്ങനെയെങ്കിലും പുറത്തിറങ്ങിയാൽ മതിയെന്നാ ഇപ്പൊ പറയുന്നത്. ബിഗ് ബോസ് മാമനോട് കേണപേക്ഷിക്കുക, ബിഗ് ബോസ് മാമ എന്നെ ക്വിറ്റാക്ക്, എനിക്ക് പോകണം, ട്രീറ്റ്മെന്റ് എടുക്കണം. അല്ല ചേച്ചി, ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കാൻ ചേച്ചിയുടെ കയ്യിൽ കാശുണ്ടോ? അല്ല, ചേച്ചിക്ക് മറ്റേ വീടിന് മറ്റേ മഴ അടിച്ചു കയറിയപ്പോഴത്തേക്ക് ചാറ്റൽമന കഴിയപ്പോൾ അവിടെ അതിന് കാശില്ലായിരുന്നല്ലോ. ഒരു ഗ്ലാസ് 14,000 രൂപയുടെ മേടിച്ചിടാൻ കാശില്ലായിരുന്നല്ലോ. ഈ എയർ എക്സ്റ്റൻഷൻ ഒക്കെ ചേച്ചിയുടെ കാശിടും, അതൊക്കെ ഫ്രീ, മറ്റേ പ്രൊമോഷൻ ആയിരിക്കുമല്ലോ അല്ലേ? എന്താണെങ്കിലും നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ഒക്കെ കേൾക്കാം ചേച്ചിയുടെ ഈ ഒരു തലചൊറിച്ചിലുമായി ബന്ധപ്പെട്ട്. ഇതൊരു സംസാര വിഷയമായിട്ടുണ്ട് എന്തായാലും ഹൗസിൽ. കുറച്ച് രേണു ചേച്ചി അനുമോളുമായിട്ടിരുന്ന് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് കേട്ടോ. ഭയങ്കര ഇതായിപ്പോയി, വേറൊന്നും അല്ലടാ. സത്യമാണ്, എനിക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഇനി ഒരു കാര്യമേ ഉള്ളൂ, ഞാൻ ക്വിറ്റായിട്ട് പോവാ. കാരണം എനിക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇതെല്ലാം നിങ്ങൾക്ക് പടരും എന്നാണ് എന്റെ ഒരു. എനിക്ക് ഞാനൊന്ന് എന്റെ കാര്യമല്ലടാ പറയുന്നത്, നൂറാ എന്റെ കാര്യം ഞാൻ പറഞ്ഞത്. അപ്പം ആദ്യമായിട്ടാണ് ഈ ബിഗ് ബോസിന്റെ ചരിത്രത്തെ ഇങ്ങനെ പറഞ്ഞത് പബ്ലിക്കായിട്ട്. ഞാനോട് നീ അത് പറയത്തില്ലായിരിക്കുന്നു, എന്നോട് മാറ്റി നിർത്തിയേ പറയത്തുള്ളൂ. അത് എന്റെ കുറ്റമല്ലല്ലോ. മാറ്റി നിർത്തി പറയാൻ ചേച്ചിയുടെ അമ്മായിയുടെ മോള് വല്ലോണോ അനുമോള്? അല്ല, എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. ഇതൊരു ഗെയിമായി ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ. ഇതൊരു ഗെയിമാണെന്ന് രേണു ചേച്ചി. മറ്റേ പുഷ്പരാജിനെ പോലെ താഴത്തില്ലടാ ഞാൻ,
ഫ്ലവർ അല്ലടാ പയറടാ എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പോഴൊക്കെ അറിയായിരുന്നു ഇതൊരു ഗെയിമാണെന്ന്. അനുമോളുള്ള കാര്യം എടുത്ത് വെച്ച് താങ്ങി തന്നപ്പോഴത്തേക്ക് അപ്പം മാത്രം അതങ്ങ് ഒരു നാണക്കേടായി മാറിയല്ലേ, വലിയൊരു മോശക്കേടായി മാറിയല്ലേ. അങ്ങനെ മോശക്കേടും നാണക്കേടും ഒക്കെ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ബാത്റൂമിൻ്റെ അവിടെ പോയി തല നന്നായിട്ട് ചീകുക, പേനയൊക്കെ കൊന്നു കളയുക. ഇത് ആ കട്ടിലേ വന്നിരുന്നു അവരുടെ ഈ രേണു എന്ന് പറയുന്ന സ്ത്രീയുടെ കൂടെ വേറൊരാളും കൂടെ കിടപ്പുണ്ട് ആ കട്ടിലയിൽ, സരിക. മനസ്സിലായില്ലേ? കൂടെ ഒരാളുണ്ടെന്ന് പോലും ഓർക്കാതെ അവിടെ ഇരുന്നുകൊണ്ട് തലയെ മാന്തിപ്പറിച്ച് ഇന്നലെ സരിക കളിയാക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇങ്ങനെ കുടഞ്ഞു പിടിച്ച് ആ ബാത്റൂമിൽ പോയി ചെയ്തുകൂടെ ഇത്? അപ്പം ആരെങ്കിലും ഇത് വല്ലതും പറയുമോ? പേനൊക്കെ എല്ലാവരുടെയും തലയിൽ കാണുമോടി, അതിനൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല, അതൊക്കെ വരും. പക്ഷെ അതൊക്കെ ഇച്ചിരി വൃത്തിഹീനമായി എന്നൊന്ന് നോക്കിക്കൂടെ ഇച്ചിരി? ബാക്കിയുള്ളവർക്ക് കൊടുക്കാതെ ഒന്ന് പോയി മാറി നിന്നൊക്കെ ചൊറിഞ്ഞ് പറിച്ചൂടെ? കുറച്ചും കൂടെ കാണും. ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റിയില്ല എനിക്ക്, അത് മാത്രമേ ഉള്ളൂ. പറ്റിയില്ല ഞാൻ എന്തിനാ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റും. ഡാൻഡ്രഫും ഇത് കൂടിയോണ്ട് ഇതിനകത്ത് ഇതിരിക്കുന്നോണ്ട് അത് വളരുന്നതായിരിക്കും, എനിക്ക് അറിയില്ല. ഇവിടെ വന്നപ്പോഴാണ് എനിക്ക്, ഞാൻ കാണുന്നില്ലായിരുന്നു. അപ്പൊ ചേച്ചി പല സ്ഥലത്തും ഞാൻ ചേച്ചി അത് മനസ്സിലായി. നീ അതല്ല നീ അത് ഇങ്ങനെ എടുത്ത് കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. അനുമോള് പറയുന്നതിനകത്ത് കാര്യമൊക്കെ ഉണ്ട്. ഈ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് ഈ ചൊറിഞ്ഞ് ഇങ്ങനെ മാന്തി പറിച്ചത് കട്ടിലയിൽ ഇരുന്ന് കാണിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെയൊക്കെ ആവശ്യമില്ല. അതാണ് അനുമോള് ചൂണ്ടിക്കാണിച്ചത്. അനുമോളുടെ കണ്ണിൽ നിന്നല്ല, അത് എല്ലാവരുടെയും. വേറെ 2-3 പേര് രേണുവിൻ്റെ പേര് പറയുന്നുണ്ട്, എനിക്ക് ജിസയിൽ പറയുന്നുണ്ട്. അതിലൊന്നും നമുക്ക് ഒരു കുറ്റവും പറയാൻ പറ്റത്തില്ല. ഇതൊരു ഗെയിമാണ്. രാവിലെ ഒരു ആക്ടിവിറ്റി കൊടുത്തപ്പോൾ അതിനകത്ത് പ്രോപ്പറായിട്ട് പറയാൻ പറ്റുന്ന ഒരു പേര് തന്നെയാണ് രേണു സുധി എന്നുള്ളത്. കാരണം സരിക, പിന്നെ സരികയാന്ന് തോന്നുന്നു പറയുന്നത്. ഓൾറെഡി സരിക ഇന്നലെ രേണുവിനെ അഭിനയിച്ചും കളിയാക്കിയൊക്കെ കാണിക്കുന്നുണ്ട്. സരിക തൊട്ടടുത്താണ് കിടക്കുന്നത്, സെയിം ബെഡിലാണ് കിടക്കുന്നത്. മനസ്സിലായില്ല? അവരുടെയൊക്കെ തലയിൽ കയറും. ഇതൊക്കെ ഒരു സംസാര വിഷയമായപ്പോഴത്തേക്ക് രേണു സുധിയുടെ കയ്യിൽ നിന്ന് മൊത്തത്തിൽ പോയി കരച്ചിലും പിടിച്ചിലും ക്യാമറയുടെ ഫ്രണ്ടിൽ ചെന്ന് നിന്ന് കരച്ചില്ല. ബിഗ് ബോസ് എനിക്ക് ക്വിറ്റ് ചെയ്യണം, ബിഗ് ബോസ് എന്നെ പുറത്ത് വിടും, ബിഗ് ബോസ് ആർക്കെങ്കിലും ഒക്കെ പകരും, ബിഗ് ബോസ്. അങ്ങോട്ട് പോയപ്പം ഇതൊന്നും ഓർത്തില്ലേ? അല്ല അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക. നീ കരഞ്ഞു കൂവുന്ന ഒരു സാധനമുണ്ട്, അപ്പാനി വന്ന് പൊട്ട ചേച്ചി എന്നൊക്കെ പറയുമ്പോൾ ഒരു സാധനം അടിക്കുന്നുണ്ട്, ഒന്ന് കണ്ടോ? ആശ്വാസ ടീമിന്റെ ഇടയിലോട്ട് അത് കള ചേച്ചി, ഇനിയിപ്പോ അതിനെ ചൊല്ലി ചേച്ചി വിഷമിച്ചിരിക്കല്ലേ ചേച്ചി. ഇങ്ങനെ എടാ നിനക്കത് മനസ്സിലാകത്തില്ല. അത് നിന്റെ രേഷ്മയെ അവിടെ നിർത്തിയിട്ട് ഇങ്ങനെ പറയുന്ന പബ്ലിക്കായിട്ട് അവിടെ തലയിൽ കൂടെ നെറ്റി കൂടെ കുഞ്ഞു പേനിറങ്ങി, പേനാറ് തല ഇല്ലാത്ത പോലെ. എന്നാ ചേച്ചി കുറച്ചേരം ഒറ്റയ്ക്ക് ഇരിക്കട്ടാ, കേട്ടാ? ഓക്കെ ആവേ, വെള്ളം ഇവിടെ കേട്ടോ, കേട്ടാ? വെള്ളം കുടിക്കണേ. ബാക്കി കുളിച്ചില്ലെന്നോ നനച്ചില്ലെന്നോ പല്ല് തേച്ചില്ലെന്നോ ഒക്കെ പറഞ്ഞോട്ടെ, അതുപോലെ അല്ല ഇത്. വെള്ളം ഇവിടെ താഴ്ത്തിരിപ്പുണ്ട്, ടിഷ്യൂ സൈഡിലിരിക്കുന്നത്. ഗെയിമായിട്ട് കൂട്ടുന്നതല്ലടാ, അതുപോലെ അല്ല ഇത്. കുളിച്ചില്ല, നനച്ചില്ല, പല്ല് തേച്ചില്ല എന്നൊക്കെ പറഞ്ഞോട്ടെ, പക്ഷെ അതുപോലെ അല്ല ഇത് ചേച്ചി. അതുപോലെയൊക്കെ തന്നെയാണ് ഇതും. മനസ്സിലായില്ലേ? അതൊക്കെ ഒരു കൈൻഡ് ഓഫ് വൃത്തിഹീനത. ഇതും ഒരു വൃത്തിഹീനത തന്നെയാണ്. ഓക്കെ. പിന്നെ അപ്പാനി അത് കോംപ്രമൈസ് ചെയ്യാൻ അല്ലെങ്കിൽ പറഞ്ഞ കരച്ചിൽ നിർത്താൻ വരുമ്പോഴത്തേക്ക് അപ്പാനിയോട് പറയുന്ന ഡയലോഗ് നിങ്ങൾ കേട്ടല്ലോ. നിന്റെ ഭാര്യയാണ് അങ്ങനെ ചോദിച്ചിരുന്നെങ്കിൽ ചേച്ചി അപ്പാനിയുടേതല്ല, ആരുടെ വേണമെങ്കിലും ഭാര്യമാരോടോ അല്ലെങ്കിൽ ഈ എന്നോട് വേണമെങ്കിൽ ചോദിക്കും. നമ്മളിങ്ങനെ ഒരു ഷോയിൽ പോകുമ്പോൾ നമ്മളവിടെ മൊത്തം തലയും ചൊറിഞ്ഞിങ്ങനെ നടക്കുമ്പോൾ തല ചൊറിഞ്ഞോട്ടെ, പേരുണ്ടെങ്കിൽ തല ചൊറിയും. പക്ഷെ അതൊരു മൂലയ്ക്ക് പോയി ബാത്റൂമിൽ പോയി ഈ കിടക്കുന്നിടത്തും, അത് കൂടെ വേറൊരാൾ കിടക്കുന്ന ഒരു ബെഡിലിരുന്ന് ഈ പരിപാടി കാണിക്കേണ്ട വല്ല കാര്യമുണ്ടോ? പിന്നെ അതൊരു ആക്ടിവിറ്റിയാണ്, അവിടെ അത് പറയും. ഇതിന്റെ പേരിൽ അനുമോളെ എനിക്ക് തോന്നുന്നില്ല ലാലേട്ടൻ പിടിച്ച് ക്രൂശിക്കുമെന്ന്. കാരണം ഉള്ള കാര്യമാണ് പറഞ്ഞത് ചേച്ചി. പിന്നെ അതിന്റെ പേര് ഇവിടെ കിടന്ന് ഇനിയും 2-3 ദിവസത്തേക്ക് കരച്ചിലും മാതാത്തൊലിയും മറ്റേ കാണിച്ച് കണ്ടന്റ് ഉണ്ടാക്കാന്നുള്ളൊരു പരിപാടിയാണെങ്കിൽ ആരും മൈൻഡ് ചെയ്യത്തില്ല. ഉള്ള കാര്യം എനിക്ക് അത്രേ പറയാനുള്ളൂ. ആരും മൈൻഡ് ചെയ്യത്തില്ല ഈ ഒരു കേസിൽ. മറ്റേ സെപ്റ്റി ടാങ്ക് പിന്നെ ഓക്കെ പോട്ടേന്ന് വെക്കാം. ഇത് ഉള്ള കാര്യം തന്നെയാണ് പറഞ്ഞത്, ഇല്ലാത്തതൊന്നും ആ കൊച്ചു പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇതൊരു ഗെയിമാണ്. ഇതിനകത്ത് ഇങ്ങനെയാണ്. ഇത് പുറത്ത് നമ്മളൊരു വേദിയിൽ വെച്ച് ഒരാളെ ഇങ്ങനെ നിർത്തിക്കൊണ്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് അത് മോശമാണെന്ന് നമുക്ക് പറയേണ്ടി വരും. പക്ഷെ ഇവിടെ ഇതൊരു ഗെയിമാണ്. മനസ്സിലായില്ല? അതിനകത്ത് ഇങ്ങനെയാണ്. ഇത് മനസ്സിലാക്കിയിട്ട് വേണം അതിനകത്തോട്ട് പോയി തല വെക്കാൻ. അല്ലാതെ കാശ് മാത്രം നോക്കിയിട്ട് അതിനകത്തോട്ട് പോയി തല വെച്ച് കഴിയുമ്പം ഇങ്ങനെ കിടന്ന് മോങ്ങണ്ട വരും അല്ലേ? ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പ്രിയപ്പെട്ടവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വ്യൂഡ്.